നമസ്കാരം എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ സെക്കൻഡ് ഡേ ഇന്ന് എൻ്റെ ട്രിപ്പിൻ്റെ ഇവിടെ ഹോട്ടൽ റിജൻറ്റ ഹോട്ടലിലുണ്ട്. റിജൻറ്റ സെൻറ്റർ മൈസൂർ. ഇവിടുന്ന് ഇനി ബാംഗ്ലൂർ ഡ്രോപ്പ്, ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ്. നോക്കാം എന്തെല്ലാം കാടുന്ന് അതെല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നീട് ഇന്നലെ വന്നിട്ട് ഹോൾട്ടായിനെ, ഹോൾട്ടായിട്ട് ഇപ്പോൾ ഗസ്റ്റ് വന്നിട്ടില്ല. മണി 10 ഇനി എയർപോർട്ടിലേക്ക് ഡ്രോപ്പ്. അതിനായിട്ട് മുമ്പ് എവിടെ പോകണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഓക്കെ, പിന്നെ കാണിച്ചു തരാം. ഇതൊരു മ്യൂസിയം, കെയറിൻ്റെ ഒരു മ്യൂസിയം. ഡ്രോപ്പായി ഒരാളെ ഇന്ദിരാനഗർ, പിന്നെ ഒരാൾ വേറൊരു ജാഗയിൽ. അങ്ങനെ ഡ്രോപ്പെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞാൻ റിട്ടേൺ മടിക്കേരി പോകുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര ട്രാഫിക് സിറ്റീൻ്റെ ഉള്ളിലെല്ലാം എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് പുറമേലായിട്ട് വന്നത്. ഞാൻ വേറെ റൂട്ടിലായിട്ട് മൈസൂർ റൂട്ടിലേക്ക് പോകുന്നുണ്ട്. ഭയങ്കര ട്രാഫിക്കിൻ്റെ ടൈമ് ഞാൻ ബാംഗ്ലൂർക്ക് എൻട്രി ആയതും ഡ്രോപ്പായിട്ട് പോകുന്നതും അത് ട്രാഫിക്കിൻ്റെ തന്നെ ടൈം. ഒരു 1000 സിഗ്നൽ ഇവിടെയും രണ്ടാമത്തെ സിഗ്നൽ കിട്ടി. അപ്പോൾ നോക്കാം, ഞാൻ എക്സ്പ്രസ് ഹൈവേ എത്തിയിട്ടായിട്ട് പിന്നെ വിളിക്കാന്ന് പറയുന്നത്. ഇത് കാണാം, വീഡിയോ എടുക്കാൻ നോക്കാം. ഭയങ്കര കഷ്ടമായിപ്പോയി ഗൈസ്. അപ്പോൾ 11:30 മണിക്ക് ഞാൻ മൈസൂരിൽ നിന്ന് കഴിഞ്ഞേ. 11:30 മണിക്ക് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയ ടൈമൊന്നും നോക്കിയിട്ടില്ല. അവരെ ഡ്രോപ്പാക്കിയിട്ട് ഒരാളെ ട്രീപ്പോ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ ഡ്രോപ്പാക്കിയിട്ട് പിന്നെ ഒരാളെ വേറെ ഒരു ഫ്രഷ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു. ഒരാൾ വേറെ ഒരു സ്ഥലത്ത് വിട്ട് ആ ലൊക്കേഷൻ തന്നെ നമുക്ക് ആ ലൊക്കേഷനിൽ വിട്ട് അതിൽ തന്നെ ഡയറക്റ്റ് ഉള്ള ഒരു ഷോർട്ട് കട്ടായിട്ട് മൈസൂർ റോഡിലേക്ക് കൂടാനുള്ള സിഗ്നൽ ഓപ്പൺ ആയി. ഓക്കെ ബൈ. ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഇതാണ് സ്റ്റേഡിയം. അപ്പുറത്ത് കാണുന്നത് സ്റ്റേഡിയം ഗ്രൗണ്ടാണ്. ഇത് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, കെമ്പേഗൗഡ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് മെജസ്റ്റിക്കിലേക്ക് അടിക്കാൻ ഒരു സിഗ്നലിലുള്ള ഇത് മറ്റേ LIC മൈസൂർ ബാങ്ക് എന്ന് പറയുന്നല്ലേ അവിടെ ഉള്ളത് മെജസ്റ്റിക്. പക്ഷെ ഞാൻ ഇതിലെ മാർക്കറ്റായിട്ട് ഡയറക്റ്റ് മെജസ്റ്റിക് ഒന്നും പോകുന്നില്ല. ഇപ്പോൾ മാർക്കറ്റായിട്ട് 1 നമ്പർ കഴിയുന്നില്ല. നമ്മൾ നാട്ടിലൊക്കെ എത്തണം. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ മൈസൂർ നടന്നെങ്കിൽ ഒരു പാടി കിട്ടിയെങ്കിൽ അങ്ങോട്ടേക്ക് കാലി പോകുന്നില്ല, പോകുമ്പോൾ കൊണ്ടുപോകണം. ഒരിക്കൽ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് പോയിട്ട് നോക്കണം അവിടെ ഉണ്ട്. അങ്ങോട്ടേക്ക് മടിക്കേരിയ മൈസൂർ പാടി കണ്ടാൽ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇതിൽ തന്നെ മാർക്കറ്റ് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് മാർക്കറ്റിൻ്റെ മീത്തല ഫ്ലൈഓവറായിട്ട് സീത മടിക്കേരി റോഡ്. മാർക്കറ്റിൻ്റെ മീത്തലുള്ള ഫ്ലൈഓവറിൽ കൊണ്ടേണ്ട്. ഞാൻ ഈ വീഡിയോ ഇവിടെ എന്തിനു എടുക്കുന്നതെന്ന് അറിച്ചാൽ റിസ ചോദിക്കും, റിസാൻ്റെ സ്കൂൾ എവിടെയെന്ന്. സ്കൂൾ കണ്ടിട്ടില്ല, ഇന്നലെ ചോദിച്ചിന് റിസ സ്കൂൾ എവിടെയെന്ന്. അപ്പോൾ റിസക്ക് ഒരിക്കൽ സ്കൂളും കാണിച്ചു കൊടുക്കാമല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഗൈസ് സിറ്റി പാസ്സായിട്ട് നമ്മളെ ടോൾ റോഡ് എക്സ്പ്രസ് ഹൈവേക്ക് കയറുന്നുണ്ട്. ഞാൻ പഴയ റോഡിൽ പോകാന്ന് വെച്ചിട്ടുണ്ടായി. ടോളിൽ ഫാസ്ടാഗിൽ ബാലൻസ്, പിന്നെ സിറാജ് ഫാസ്ടാഗിലേക്ക് ബാലൻസ് ഇട്ട് തന്ന്, അതുകൊണ്ട് ഫാസ്ടാഗിൽ അപ്പോൾ പെട്ടെന്നൊരു 2 മണിക്കൂർ കൊണ്ട് മൈസൂർ എത്തി. പെട്ടെന്ന് മൈസൂർ എത്തിയിട്ട് അവിടുന്ന് പെട്ടെന്ന് മടിക്കേരി 2 മണിക്കൂർ. അപ്പോൾ പുരക്ക് പെട്ടെന്ന് എത്താമല്ലേ. വേറെ കാണിക്കാനായിട്ടൊന്നുമില്ല. ഈ റോഡെല്ലാം കാണിച്ചിട്ടല്ലേ. നല്ല മജുണ്ട്. ഇവിടുന്ന് മൈസൂർ എത്തിയതേ അറിയില്ല, എത്ര പെട്ടെന്ന്. 2 മണിക്കൂർ കൊണ്ട് വേണം മൈസൂർ എത്താൻ. ഞാൻ 2.5 മണിക്കൂറാക്കുന്നതിന് സ്ലോ പോയിട്ട്. നമ്മളെ
ഡ്രൈവിങ്. ഇവിടെ നല്ല പള്ളി ഇതാ, അടിപൊളി. അപ്പം ഞാൻ 2 മണിക്കൂറിലെത്തുന്ന പൈനെ 2.5 മണിക്കൂറാക്കുന്നു ഞാൻ മെല്ലെ പോയിട്ട്. അപ്പോൾ ഇനി കാണിക്കാനൊന്നുമില്ല. ഇനി മൈസൂർ എത്തിയിട്ടായിട്ട് അങ്ങോട്ട് നൈസ് റോഡിലൊക്കെ മടിക്കേരി റോഡിലൊക്കെ കയറിയിട്ടായിട്ട് വേണമെങ്കിൽ കാണിക്കാം. വേറെ എന്ത് കാണിക്കാനായിട്ട് വേറെ ഒന്നും സ്പെഷ്യലായിട്ട് എന്തും ഇല്ല. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ് കാണുന്നത്. നോക്കട്ടെ. അപ്പോൾ റിസയിലെത്തി, ഖത്തർ ഇതിലെ പോകുമ്പോൾ റിസയിൽ നിന്ന് ഖത്തർക്ക് എത്തിന്ന് ഈ റോഡ് കണ്ടിട്ട്. അവിടെ ഒരു സ്റ്റേഷനുണ്ട്. അപ്പോൾ നോക്കാം. ഓക്കെ ഗൈസ്, ബൈ. അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ഹൈവേൻ്റെ ഫസ്റ്റ് ടോളിലൊക്കെ എത്തി. ഇവിടെ ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ 150, ഫാസ്ടാഗ് ഇല്ലെങ്കിൽ ക്യാഷ് കൊടുക്കുന്നെങ്കിൽ 300 വൺ സൈഡ്. അപ്പോൾ നമ്മൾ ഫാസ്ടാഗ് ഇപ്പോൾ റീചാർജ് ആക്കി ഓൾറെഡി. ബാലൻസ് സിറാജ് ഇട്ട് തന്ന്. നോക്കട്ടെ. ഫാസ്ടാഗ് കഴിഞ്ഞിട്ടായിട്ട് എൻ്റെ കയ്യിലുള്ളത് ഫാസ്ടാഗ് ഗ്ലാസ്സിലൊക്കെ ഇട്ടിട്ടില്ല, പുതിയ ഫാസ്ടാഗ് ആയതുകൊണ്ട്. അപ്പോൾ ഇരുട്ടായിക്കൊണ്ട് വന്ന് കഴിച്ച്. അപ്പോൾ ഞാൻ മൈസൂർ എത്തുമ്പോൾ ഏതായാലും കുറേ ഇരുട്ടാവും. വേറെ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഈ വീഡിയോ എന്തെങ്കിലും കാഴ്ചകൾ കണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിർത്തും ഈ വീഡിയോ. ഓക്കെ. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനെ കമൻറ്റിൽ പറയണം. ഓക്കെ. ഇത്ര കഷ്ടപ്പെട്ടിട്ടെല്ലാം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. നിങ്ങളെ ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസും അതും ഇതും ഇപ്പോൾ നെക്സ്റ്റ് ഇനിയുണ്ട്. നോക്കി വീഡിയോ നല്ല നല്ല വീഡിയോ വരാനുണ്ട്. ഓൾറെഡി ബുക്കിംഗ് ഉള്ളത്, വീഡിയോ ബുക്കിംഗ് ഉള്ളതല്ല, ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ വാടക ബുക്കിംഗ് ഉള്ളത്. ഓക്കെ.